ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുംബൈ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീന ശരണ്യയുടെ മാനസികമായ ബുദ്ധിമുട്ടും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടിയും ഒക്കെ മാറ്റാനായിട്ട് തന്നെ ശരണ്യം കൂട്ടി പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുകയും വെറുവർക്കും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അലീന നൽകുന്ന കോൺഫിഡൻസിൽ ശരണ്യ അലീനയുടെ കൈയും പിടിച്ച് റോഡിലൂടെ ആൾക്കാർക്കിടയിലൂടെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോവുകയാണ്. അമ്പലത്തിൽ കയറി തൊഴുത് മനസ്സിന് ഒരു ആശ്വാസവും കുളിർമയൊക്കെ ആവുന്നുണ്ട് ശരണ്യയ്ക്ക്. തൊഴുതിറങ്ങിയതിനു ശേഷം അലീന പറയുന്നുണ്ട്, മോളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനും മോൾക്ക് ധൈര്യം നൽകാനും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും വേണ്ടി മാത്രമാണ് ഞാൻ മോളെ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അനാഥയും വളർന്നവളാണ്. മനസ്സിൽ കാരുണ്യവും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ച പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മോളുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് ഉറപ്പായിരുന്നു മോളെ ഈ സമയത്ത് ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ മോൾക്ക് ധൈര്യമായില്ലേ? ഇനി മോൾ ഇതുപോലെ പുറത്തിറങ്ങണം. ആൾക്കാരെ കാണുമ്പോൾ തല കുനിച്ച് നടക്കരുത്, തല ഉയർത്തി വേണം അവരുടെ മുന്നിൽ നടക്കാൻ. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു മോൾ അവരെ ഭയക്കണം? റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആൾക്കാരുടെ സിമ്പതി പറ്റിക്കഴിഞ്ഞ് തീർക്കാനുള്ളതല്ലല്ലോ മോളുടെ ജീവിതം. കഴിയുവാണെങ്കിൽ എന്നും അമ്പലത്തിൽ വരണം. ഇത്രയും അടുത്തല്ലേ അമ്പലം ഉള്ളത്. മോൾ അമ്മയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഓമനക്കുട്ടനെ കൂട്ടിയിട്ടോ അമ്പലത്തിൽ വരണം. മോളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും, ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും മോൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ സമർപ്പിക്കണം. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം അവനെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോവുക. നല്ലതുപോലെ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് സമൂഹത്തിൽ നല്ല മാന്യമായിട്ട് തന്നെ ജീവിച്ച് കാണിക്കണം. ഇനി അങ്ങോട്ട് മോളുടെ മനസ്സിലേക്കായിരിക്കണം ലക്ഷ്യം. മോള് ധൈര്യമായിട്ട് നിന്നാൽ മോളെ താർക്കാൻ ആർക്കും കഴിയില്ല. പീഡിപ്പിക്കപ്പെട്ടവളായല്ല, പൊരുതി ജയിച്ചവളായിട്ട് വേണം ആൾക്കാർ നിന്നെപ്പറ്റി പറയേണ്ടത്. ഒരിക്കലും മോൾ ആരുടെ മുമ്പിൽ തകർന്നു പോകരുത്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ശരണ്യക്ക്. ശരണ്യ അലീന പറയുന്ന എല്ലാം തന്നെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അലീന പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതൊക്കെ മോൾ എപ്പോഴും മനസ്സിൽ ഓർത്തോണം. ചേച്ചിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചി മോളെ വന്ന് കാണാൻ കേട്ടോ. അങ്ങനെ വരുമ്പോൾ മോൾ പഴയ ശരണ്യായിട്ട് മാറിയിരിക്കണം എന്നൊക്കെ അലീന പറയുമ്പോഴേക്കും ശരണ്യ പറയുന്നുണ്ട്, അത് ഞാൻ ശ്രമിക്കാൻ ചേച്ചി എന്ന്. എന്നാലും മൊഴിയെടുക്കാനും മറ്റും പോലീസുകാരും ഒക്കെ വരികയല്ലേ, അവരെനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി എന്ന് പറയുക. പിന്നെ സ്കൂളിൽ പോയാലും കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ മടിയാന്നൊക്കെ തന്നെ പറയുകയാണേ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ, നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം. ഈ സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ മനസ്സിൽ അധിക നാൾ ഉണ്ടാവില്ല. ഏറിപ്പോയ ഒരു 6 മാസം, അതിൽ കൂടുതൽ ആരും ഇതൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അവർക്ക് പറയാനും കളിയാക്കാനും ആഘോഷിക്കാനും ഒക്കെ പുതിയ പുതിയ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ അവരിതൊന്നും ഓർത്തിരിക്കുകയല്ല. അപ്പോഴും സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ നീർപ്പൊഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോർക്കൊണ്ടേയിരിക്കണം എന്നൊക്കെ തന്നെ അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് പോലീസുകാരെ പേടിയാ ചേച്ചി. അതുപോലെ തന്നെ ഇനി കോടതിയിലൊക്കെ ഹാജരാകണ്ടേ, എനിക്ക് അതിനൊക്കെ പേടിയാ. പോലീസെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. അത് തന്നെയല്ല, അവിടെ അത്രയും പേരെ ഫേസ് ചെയ്യണ്ടേ. കോടതി എന്നൊക്കെ പറയുമ്പം അവിടെ ഒരുപാട് പേര് കാണില്ലെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ, നിന്നോട് ക്രൂരത കാട്ടിയവർ ഇപ്പോൾ ജയിലിലാണ്. അവർക്ക് അർഹമായ ശിക്ഷ തന്നെ കിട്ടണ്ടേ. ശിക്ഷ അനുഭവിക്കാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും അവർ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യും. അവരാ ഇനി പേടിക്കേണ്ടത്. അവരുടെ ജീവിതമല്ലേ മോളെ പോയത്. അവർക്കിനി നല്ലൊരു ഭാവി ഉണ്ടാകുമോ? നല്ലൊരു ജോലി കിട്ടുമോ? നല്ലൊരു ജീവിതം പോലും ഇല്ല അവർക്കിനി. ജയിൽ പുള്ളിയാണെന്നുള്ള പേര് അവരുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകത്തുമില്ല. അതുകൊണ്ട് അവർ പേടിച്ചാൽ മതി. മോൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊഴി എടുക്കാൻ പോലീസ് വരുമ്പോൾ വനിതാ പോലീസും കൂടെ ഉണ്ടാകുമല്ലോ. മോൾ ഭയക്കാതെ തന്നെ അവരോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണം. അവർ മോക്ക് നീതി മേടിച്ചു തരും. കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷ ലഭിക്കുമെന്നും അലീന പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശരണ്യ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, കോടതിയിലേക്ക് വിളിപ്പിച്ചാൽ മോൾ ധൈര്യമായിട്ട് ചെല്ലണം. ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് തന്നെ നടന്ന കാര്യങ്ങളും പറയണം. എങ്കിലേ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കൂ എന്നും പറയുകയാണ്. ശരി ചേച്ചി, ചേച്ചി പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാന്നൊക്കെ ശരണ്യ പറയുന്നുണ്ടെങ്കിലും ശരണ്യയുടെ മനസ്സിൽ ശരണ്യ ഒരു രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അലീനയോട് പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനുമായിരുന്നു കേട്ടോ ശരണ്യയ്ക്ക്. ഒന്നുമല്ല, രോഹിത് നിരപരാധിയാണെന്നുള്ള കാര്യം ശരണ്യയ്ക്കും അതുപോലെ ശരണ്യയുടെ വീട്ടുകാർക്കും പോലീസുകാർക്കൊക്കെ അറിയാം. മനഃപൂർവ്വം രോഹിത്തിനെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നുള്ളതും ശരണ്യയ്ക്ക് അറിയാം. അലീന പറയുന്നുണ്ട്, മനുഷ്യരുടെ ശത്രുക്കൾ മനുഷ്യർ തന്നെയാണ്. ലോകത്ത് സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരു ജീവികളും അവരുടെ കൂട്ടത്തിലുള്ളവരെ ഉപദ്രവിക്കാറില്ല. എന്നാൽ മനുഷ്യർ മാത്രം അങ്ങനെയല്ല. എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനുമായിട്ട് ഓരോരോ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അലീന പറയുക കേട്ടോ. മനുഷ്യർ തന്നെയാണ് മനുഷ്യരുടെ ശത്രുക്കൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ കാര്യം എന്തായാലും അലീന ചേച്ചിയോട് പറയണമെന്ന് ശരണ്യക്ക് തോന്നുകയാണ്. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല മാനസിക രോഗത്തിന് അടിമപ്പെട്ട് റൂമിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വന്നേനെ. എന്നെ ഞാനാക്കി മാറ്റിയെടുത്തത് ചേച്ചിയല്ലേ.
ചേച്ചി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ കയ്യിലേക്ക് മുറുക്കെ പിടിക്കുകയാണ് കേട്ടോ ശരണ്യ. അപ്പോഴേക്കും ഓമനക്കുട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, കുറേ നേരമായില്ലേ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന്. പോകാമെന്നേ, കുറച്ചു നേരം കൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല കാറ്റും വെളിച്ചവും ശുദ്ധവായും ഒക്കെ ഉണ്ടല്ലോ, കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം എന്ന് പറയുകയാണ് കേട്ടോ അലീന. അമ്മ ഇപ്പോൾ 2-3 തവണ വിളിച്ചു, അച്ഛനും കൂടെ കൂടെ വിളിക്കുന്നുണ്ട് എവിടാന്നും ചോദിച്ച് എന്നിങ്ങനെ ഓമനക്കുട്ടൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എൻ്റെ കൂടെയല്ലേ, സാരമില്ല, ഞാൻ പറഞ്ഞോളാം അമ്മയോടും അച്ഛനോടും, മോളൊന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കുക എന്ന് തന്നെ പറയുകയാണ് അലീന. എന്നിട്ട് ശരണ്യ ആ സമയത്ത് അലീനയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അന്ന് അവർ ചേച്ചിയെ ഉപദ്രവിക്കാൻ നോക്കിയെന്നല്ലേ, എന്നോട് കാണിച്ചതുപോലെ തന്നെ, എന്നിട്ടും ചേച്ചിക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പേടിയൊന്നും ആവുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എന്തിനു പേടിക്കണം മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അന്നും തെറ്റ് ചെയ്തത് അവർ തന്നെയല്ലേ, എനിക്കതിനെ നേരിടാനുള്ള മനക്കരുത്തുണ്ടായിരുന്നു, ഞാനതിനെ ശക്തമായി എതിർത്തു, എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലായപ്പോൾ തെറ്റ് ചെയ്യാൻ നോക്കിയവർ കുടുങ്ങി. അതാ മോളെ ഞാൻ പറഞ്ഞത്, നമ്മൾ ധൈര്യമായിട്ട് നിന്നാൽ മതി, ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ പിന്നെ എന്നെ മോളെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഒരനിയത്തിയും ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ട് എനിക്ക്. ഏത് സാഹചര്യത്തിലും അവരുണ്ട് എൻ്റെ കൂടെ, അവരെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അന്നൊരു കേസിനും വഴക്കിനും ഒക്കെ പോകാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ചേച്ചി അത് പിന്നെ ഞാനിത് ചേച്ചിയോട് പറയണ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് പറഞ്ഞാലും ചേച്ചി എന്നോട് ദേഷ്യം കാണിക്കുമോ, ചേച്ചി പിന്നെ എന്നെ കാണാൻ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, മോള് ധൈര്യമായിട്ട് പറഞ്ഞോ, അത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ മോളെ കാണാൻ വരാതിരിക്കില്ല, മോളോട് ഇപ്പോഴുള്ള പോലെ തന്നെ സ്നേഹം എനിക്ക് ഉണ്ടാകും, ഒരിക്കലും അതിൻ്റെ പേരിൽ മോളോട് ഞാൻ ഒരു ദേഷ്യവും കാണിക്കില്ല എന്നൊക്കെ തന്നെ അലീന പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ, അതായത് ചേച്ചി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആ പയ്യനുണ്ടല്ലോ രോഹിത്, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്കി 3 പേരുമാണ് എന്നെ ഉപദ്രവിച്ചെന്നൊക്കെ തന്നെ പറയുകയാണ്. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച ഹരിയും ഹരിയുടെ 2 ഫ്രണ്ട്സുമാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് തന്നെ അലീനോട് പറയാട്ടോ. അപ്പോൾ അലീന അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്താ മോളെ, മോൾ എന്താ ഈ പറയുന്നേ, മോളി പറയുന്നതൊക്കെ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മോൾക്ക് മയക്കുമരുന്ന് നേരത്തെ തന്നിരിക്കുകയല്ലായിരുന്നോ, അപ്പോൾ മോള് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഹരിയുടെ കൂടെ കാലിൽ ചെന്നിറങ്ങിയപ്പോൾ ഹരിയുടെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടുള്ളൂ, ഞാൻ അവരുടെ ട്രാപ്പിലാക്കപ്പെട്ടു എന്ന് അധികം വൈകാതെ തന്നെ എനിക്ക് മനസ്സിലായി. ഈ രോഹിത് എന്ന് പറയുന്ന ആളെ ആ മുറിയിലേക്ക് പോലും വന്നില്ല, ഇവർ 3 പേരും കൂടെ അയാളെ വലിച്ചഴിച്ചോണ്ടാണ് ഞാൻ കിടന്ന് കട്ടിലിനടുത്തേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് അവർ ബലമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ പറയുകയായിരുന്നു. ആ സമയത്ത് അവർ 3 പേരും കൂടെ ചേർന്ന് അയാളെ ഉപദ്രവിക്കുകയും തള്ളി എൻ്റെ മേത്തേക്ക് ഇടുകയൊക്കെ ചെയ്തു. നമ്മൾ 4 പേരും പ്ലാൻ ചെയ്തല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോൾ പിന്നെ അങ്ങനെ നീ മാത്രം രക്ഷപ്പെട്ടാൽ ഒക്കുകയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഹരി അയാളെ തല്ലുകയൊക്കെ ചെയ്തായിരുന്നു. അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി, രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ഞാൻ അയാളോട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ചത്തുപോകുമോ, എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയാളിരുന്ന് കരയുകയായിരുന്നു. അയാൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. അപ്പോഴേക്കും അവർ 3 പേരും കൂടെ അയാൾ ഒരു ബാത്റൂമിൽ കൊണ്ട് അടയ്ക്കുകയായിരുന്നു ചെയ്തത്. അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയാതെ അയാൾ അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി. എന്നിട്ടും ഒരു മനസാക്ഷിയും കൂടാതെ അവർ 3 പേരും എന്നെ വീണ്ടും ഉപദ്രവിച്ചു. അവർ ഇറങ്ങാൻ നേരം അവരുടെ ഒപ്പം പോയാൽ മതി എന്നും പറഞ്ഞ രോഹിത്തിനെ അന്ന് ബാത്റൂമിൽ അവർ പൂട്ടിയിട്ടെന്നൊക്കെ തന്നെ നമ്മുടെ ശരണ്യ പറയുമ്പോഴേക്കും അലീന ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ശരണ്യ പറയുന്നുണ്ട്, തിരിച്ചിറങ്ങി കാറിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ട് ചേച്ചി, അന്നവിടെ ഞാൻ രോഹിത്തിനെ കണ്ടില്ല, പകരം ഹരിയും ഹരിയുടെ 2 കൂട്ടുകാരെയും മാത്രമേ കണ്ടുള്ളൂ. ഉറപ്പാണോ മോളി പറയുന്നത്, അപ്പോൾ രോഹിത് നിരപരാധിയാണോ എന്ന് വീണ്ടും വീണ്ടും അലീന ചോദിക്കുക ശരണ്യയുടെ അടുത്ത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതേ ചേച്ചി, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാനത് അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ്, പോലീസുകാരോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സമുദായക്കാർ വന്നപ്പം അവരോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ 3 പേരുടെ പേര് മാത്രമേ പോലീസുകാരോട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അവരാണ് പറഞ്ഞത് ആ പയ്യൻ്റെയും കൂടെ പേരിരിക്കട്ടെ, എങ്കിലേ കേസിന് ഒരു ബലം കിട്ടുള്ളൂ എന്ന്. സമുദായക്കാരൻ വന്നിട്ട് അച്ഛനോട് അങ്ങനെ തന്നെ പറഞ്ഞു, ഇതിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ നോക്കണ്ട, 4 പേരും കൂടെ പ്ലാൻ ചെയ്തല്ലേ ഇത് ചെയ്തത്, അപ്പോൾ 4 പേരും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രോഹത്തിനെ ഇതിലേക്ക് വലിച്ചഴക്കുകയായിരുന്നു ചേച്ചി. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിർബന്ധിക്കുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാകും ചേച്ചി, എനിക്കവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്നൊക്കെ തന്നെ ശരണ്യ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അഭിപ്രായം ഒന്നും ആരും നോക്കുകയല്ലോ ചേച്ചി, പോലീസുകാരും സമുദായക്കാരും പറയുന്നത് കേട്ട് അച്ഛനും അമ്മയും അതിനൊപ്പം നിന്നു, ഞാൻ പറയുന്നതും ആരും വകവച്ചില്ല. ഹരിയും ഹരിയുടെ കൂട്ടുകാരുമാണ് എന്നെ ഉപദ്രവിച്ചത്, എന്നിട്ട് കുറച്ച് കാശും ഒരു സ്വർണ്ണമോതിരമൊക്കെ എൻ്റെ നേരെ വെച്ച് നീട്ടി. പക്ഷേ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ബ്ലീഡിങ്ങുമായി വീടിനകത്ത് തലകറങ്ങി വീണു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇടയ്ക്ക് ബോധം വന്നപ്പോൾ ഞാൻ അവരോട് ഹരിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാർ ഹരിയെ അറസ്റ്റ് ചെയ്തത്. എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു ചേച്ചി. അവൻ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ ചതിക്കുകയല്ലായിരുന്നു. അവൻ മാത്രമല്ല, അവൻ്റെ കൂട്ടുകാർക്ക് മുമ്പിലും അവൻ എന്നെ കാഴ്ചവെച്ചില്ലേ, അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചല്ല. ഞാൻ അവൻ വിളിച്ചെടുത്ത് പോകാൻ പാടില്ലായിരുന്നു. അവൻ ഇതിനു മുമ്പും എന്നെയും കൂട്ടി ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും
അപ്പോഴൊന്നും അവൻ്റെ ഓരോ ആവശ്യത്തിന് ഞാൻ കൂട്ട് നിന്നിട്ടില്ല. പക്ഷേ ഇതിപ്പം അവർ പ്ലാൻ ചെയ്ത് എന്നെ മയക്കുമരുന്ന് കുടിപ്പിച്ച് കളഞ്ഞു ചേച്ചിയെ. എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പോലും പറ്റാതെ പോയി എന്നൊക്കെ തന്നെ ശരണ്യ പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനി അതൊന്നും ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. ഇനി മുന്നോട്ട് മാത്രം മോൾ നോക്കി നടന്നാൽ മതി. മോളുടെ കൂടെ എല്ലാവരും ഉണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കട്ടെ എന്നൊക്കെ തന്നെ അലീന പറയുകയാണ്. ആ സമയത്ത് ഓമനക്കുട്ടൻ വീണ്ടും വന്ന് വിളിക്കുകയാണ് കേട്ടോ. നമുക്കിനി വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് അലീന. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ? ഈ സത്യം മറച്ചു വെച്ചത് തെറ്റായി പോയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, മോളെ ഈ സത്യം അന്ന് തന്നെ നീ പറയണമായിരുന്നു. ഇതിപ്പം എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്താണെങ്കിലും ഇനി അതൊന്നും മോൾ ഓർത്ത് വിഷമിക്കണ്ട. ഈ സമയത്തും അലീന രോഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അന്ന് രോഹത്ത് വീട്ടിൽ വന്ന സമയമൊക്കെ നോക്കിയാണ്. ശരിയാ, കുടിച്ച് ലെക്ക് കേട്ട് പേടിച്ച് വിറച്ചാണ് രോഹിത് എന്ന് വീട്ടിലേക്ക് കയറി വന്നത്. അവനിൽ ആകെ ഒരു വെപ്രാളമായിരുന്നു. സമനില തെറ്റിയ പോലെ അവൻ എല്ലാവരോടും വന്ന് ബിഹേവ് ചെയ്തത്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഹരി ഒരിക്കൽ ചതിയിൽ വീണുപോയില്ലെന്ന് ഓർത്തിട്ടായിരിക്കും അവൻ അത്രയും വിഷമിച്ചെന്നൊക്കെ തന്നെ അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അലീന ശരണ്യം കൂട്ടി നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം ശരണ്യയുടെ അമ്മ ഒരു ചായ ഒക്കെ ഇട്ട് കാത്തിരിക്കുകയാണ് ഇവരെ. ശരണ്യയുടെ മാറ്റം കണ്ട് അവർക്ക് അലീനയോട് ഒരു മതിപ്പൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ നമ്പർ ശരണ്യയ്ക്ക് കൊടുത്തിട്ട്, മോൾക്ക് എപ്പോൾ എന്നോട് സംസാരിക്കാൻ തോന്നിയാലും മോൾ വിളിച്ചോന്ന് തന്നെ പറയുന്നുണ്ട്. ചായയും കുടിച്ച് യാത്രയും പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ വരാം എന്നും പറഞ്ഞ് തന്നെ അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിലും മനസ്സിൽ മുഴുവൻ ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അലീന വീട്ടിലേക്ക് എത്തിയതും. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും വീട്ടിലുണ്ട്. കൃഷ്ണമോൾ ആ സമയം നല്ല ഉറക്കമായിരിക്കും. ബബിത ആ സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ബബിത മനസ്സോടെ എഴുന്നേറ്റ് വന്ന് ജനാല വഴി നോക്കുമ്പോഴേക്കും അത് അലീനയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് ദേഷ്യം വരികയാണ്. എങ്ങോട്ടൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് വന്നേക്കുക നാശം പിടിക്കാൻ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡോറ് തുറക്കാതെ ആകുമ്പോഴേക്കും അലീന ഒന്നും കൂടെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ബബിത ഡോറ് തുറന്നുകൊണ്ട് തന്നെ അലീനയുടെ നേരെ കിടന്ന് ചാടുന്നുണ്ട്. ഒരു പ്രാവശ്യം ബെല്ലടിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ ബെല്ലടിച്ച് ശല്യം ചെയ്യുന്നേ? ഡോറ് തുറക്കാൻ താമസിച്ചുകൊണ്ടാ ബെല്ലടിച്ചതെന്ന് പറയുന്നുണ്ട് അലീന. ഇവിടെ ആരും ഡോർമാനായിട്ട് വർക്ക് ചെയ്യുന്നൊന്നുമില്ല ബെല്ലടിച്ച ഉടനെ തുറക്കാനായിട്ട്. അതിന് ഞാൻ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നു നീ വന്ന് ബെല്ലടിക്കുമ്പോൾ ഉടനെ തുറന്നു തരാനൊന്നും. ഞാൻ റൂമിലായിരുന്നു, അവിടുന്ന് ഇവിടെ വരെ വരണ്ടേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാ മോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഡോറ് തുറക്കാൻ താമസിച്ചുകൊണ്ടല്ലേ ഒന്നും കൂടെ ബെല്ലടിച്ചത്. അല്ല കൃഷ്ണമോൾ എന്തിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവളവിടെ കിടന്ന് ഉറക്കവാ എന്നിങ്ങനെ പറയുകയാണ്. അച്ഛനിവിടെ ഉണ്ടോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും രണ്ടാളും കൂടെ ഒന്നിച്ചാണല്ലോ ഇവിടുന്ന് പോയത്, എന്നിട്ട് അച്ഛനുണ്ടോ എന്ന് എന്നോടാണോ ചോദിക്കുന്നതെന്നൊക്കെ നമ്മുടെ ബബിത ദേഷ്യപ്പെടുകയാണ്. അതും പറഞ്ഞ് തന്നെ ബബിത അവിടുന്ന് പോകുമ്പോഴേക്കും അലീന അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറിയിട്ടും അലീന ആ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രനെ വിളിച്ചിട്ട് അച്ഛൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ ഞാനിതുവരെ തിരിച്ച് വീട്ടിലെത്തിയില്ല, ഉടനെ തന്നെ വരുമെന്നൊക്കെ പറയുകയാണ്. ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് പോയിട്ട് എന്തായി? ആരെങ്കിലും മണ്ണെണ്ണയും തീപ്പെട്ടിയൊക്കെ ആയിട്ട് വന്നോ? ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല അച്ഛാ, ആരും ഉപദ്രവിച്ചൊന്നുമില്ല. ഞാനും ശരണ്യയും കൂടെ ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ പഴയ പോലെ ഓക്കെ ആയി എന്നൊക്കെ തന്നെ പറയുകയാണ്. അമ്പലത്തിൽ പോയതും ആൾക്കാരെ ഫേസ് ചെയ്ത് മുന്നോട്ട് നടന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവസാനം നീ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അതെ അച്ഛാ, ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയത്, അതെന്തായാലും നടന്നു എന്നിങ്ങനെ പറയുക. അച്ഛൻ എപ്പോഴാണ് വരുന്നത്? ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമോ? എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ മോളെ, എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറയാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇല്ല, അത് പിന്നെ അച്ഛൻ നേരിട്ട് വരണം, അച്ഛനെ നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണെന്ന് തന്നെ അലീന പറയുക. എന്താണെങ്കിലും സസ്പെൻസ് ഇടാതെ കാര്യം പറ മോളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇല്ല അച്ഛാ, അച്ഛനോട് നേരിട്ട് പറയേണ്ട കാര്യമെന്ന് തന്നെ അലീന പറഞ്ഞിട്ട് അച്ഛൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ ബാലചന്ദ്രന് സമാധാനം ഉണ്ടാവോ? ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഇന്ന് ശരണ്യെ കാണാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അവൾ ഓക്കെ ആയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്തോ കാര്യമായ കാര്യമെന്ന് ബാലേന്ദ്രൻ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അത് നീ പറഞ്ഞ മോളെ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിപ്പോൾ ധൃതി വെച്ച് ഇങ്ങോട്ടേക്ക് വന്നെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ശരണ്യ ഇന്ന് എന്നോട് ഒരു രഹസ്യം പറഞ്ഞു എന്ന് പറയുക. എന്ത് രഹസ്യം മോളെ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ശരണ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അലീന പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. പാതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആവട്ടോ ബാലചന്ദ്രൻ അതൊട്ടും തന്നെ വിശ്വസിക്കാനാവാതെ വീണ്ടും അലീനയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന ശരണ്യം കൂട്ടി അമ്പലത്തിൽ പോയതും തൊഴുതതിന് ശേഷം കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. രോഹത്തിനെ എങ്ങനെയാണ് ഹരി ചതിയിൽ പെടുത്തിയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രോഹത്തിന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം മോളെ. എൻ്റെ മകൻ കുറ്റക്കാരനല്ല എന്നുള്ളത് എനിക്ക് സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയണം. എനിക്കറിയാം എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യില്ല എന്ന്.
അവനെ ഈ പറയുന്ന പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. കാര്യത്തോടടുക്കുമ്പം അവനൊരു ശിശുവാന്നുള്ളത് എനിക്കറിയാം. അവൻ ഒരു പെണ്ണിനോടും അങ്ങനൊരു ക്രൂരത ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനെ ആരോ ചതിയിൽ കൊടുക്കിയത് തന്നെയാണെന്ന്. ഹരിയ എൻ്റെ മോനെ ചതിച്ചത്, വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ കൊണ്ട് ചാടിച്ചത് അവൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ശരണ്യ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ അവിടെ പോലീസുകാരും സമുദായക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും വനിതാ കമ്മീഷനും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. രോഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. ശരണ്യ അന്ന് പോലീസ് മൊഴിയെടുക്കാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു രോഹിത് നിരപരാധിയാണെന്നും എന്നെ ഉപദ്രവിച്ചത് ബാക്കി 3 പേരുമാണെന്ന്. പക്ഷേ കേസിന് ഒരു ബലം കിട്ടണം, പ്ലാൻ ചെയ്തത് ഇവർ 4 പേരും കൂടിയല്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇവർ രോഹത്തിന്റെ പേരും കൂടെ എഴുതി ചേർത്തെന്നൊക്കെ പറയുകയാണ്. നമ്മളിതിൽ ഇടപെട്ട് രോഗത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. അവൾക്ക് മൊഴി മാറ്റി പറയാൻ കഴിയില്ല. അതിന് ആരും അവളെ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും എന്നെയല്ലേ സംശയിക്കുകയുള്ളൂ. ഞാൻ അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ നോക്കിയതാണെന്നല്ലേ പറയുള്ളൂ. ശരിക്കും ഞാൻ അവൾക്കൊന്ന് ധൈര്യം പകരാനും അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്തേക്ക് പോയത്. മൊഴി മാറ്റി പറയിപ്പിച്ച രോഗത്തിനെ നിരപരാധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയെന്നല്ലേ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അന്നും പറഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൻ ജയിലിൽ കിടക്കണമെന്നാണോ നീ പറയുന്നത്? അതൊരിക്കലും നടക്കില്ല അലീന. എൻ്റെ മോൻ കുറ്റക്കാരനല്ലെങ്കിൽ അവനെ ഞാൻ എങ്ങനെയാണെങ്കിലും പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. ഇതിന്റെ പേരും പറഞ്ഞ് നീ ഇനി ശരണ്യെ ന്യായീകരിക്കാൻ നോക്കരുത്. അവളെ ഉപദ്രവിച്ച കൂട്ടത്തിൽ രോഹിത് പങ്കാളി അല്ലെന്നുള്ളത് അവളൊന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ജയിലിൽ കയറേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അവന്റെ ഭാവി ഇല്ലാതാവില്ലായിരുന്നു. സ്വന്തം അനിയനാണെന്നുള്ളത് നിനക്കറിയാമല്ലോ. എന്നിട്ട് നീ ശരണ്യനെ സപ്പോർട്ട് ചെയ്താണോ ഇപ്പോഴും സംസാരിക്കുന്നത്? എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇനിയും അവളെ നീ സപ്പോർട്ട് ചെയ്താൽ അവളുടെ ഒപ്പം ചേർന്ന് സംസാരിക്കരുത്. എനിക്കത് കേൾക്കാനുള്ള ത്രാണിയില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ അലീനെ ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സത്യം അച്ഛനോട് വന്ന് പറയുകയും ചെയ്തു. ഇതിനിപ്പം അടുത്ത പ്രശ്നത്തിലേക്ക് പോകുമല്ലോ. ഇനി ഇതെങ്ങാനും പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെന്ന് അവളെ മൊഴിമാറ്റി പറയിപ്പിച്ചാണെന്നല്ലേ പറയുള്ളൂ. എല്ലാവരും എന്നെ തന്നെ കുറ്റം പറയുള്ളൂ എന്നൊക്കെ തന്നെ അലീനയ്ക്ക് അറിയാം. ആ ഒരു ടെൻഷനിലേക്കാണ് അലീന. എപ്പോഴും അലീനയുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യാറുള്ളൂ. ഒരു പക്ഷേ ശരണ്യയ്ക്കും ശരണ്യയുടെ വീട്ടുകാർക്കും ഒക്കെ അലീനയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ചില സമുദായക്കാരും രാഷ്ട്രീയക്കാരും അതുപോലെ വനിതാ കമ്മീഷനെന്നൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് അലീനയിലേക്ക് തന്നെ വരും എന്നുള്ളതും അലീനയ്ക്ക് അറിയാം. ആകെ മൊത്തത്തിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അലീന. ഇതിനിടയിൽ രാജീവനും ശിവനും അലീനയെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. അലീനയോട് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ശരണ്യയുടെ അടുത്ത് കുറച്ച് ദിവസം പോയതുകൊണ്ട് തന്നെ ശരണ്യമായിട്ട് അടുത്ത് ഇടപഴകി. അവളുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അലീന അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതുകൊണ്ട് അവരുടെ വീട്ടുകാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് അവർ. എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം, പരാതി പിൻവലിക്കുകയോ അല്ലെങ്കിൽ മൊഴി മാറ്റി പറയുകയോ ചെയ്താൽ 4 ചെറുപ്പക്കാരുടെ ജീവിതം രക്ഷപ്പെടുമെന്നൊക്കെ തന്നെ രാജീവനും ശിവനും അലീനയോട് പറയുക കേട്ടോ. അതിനു വേണ്ടിയിട്ട് മോൾ അവളോടും അവളുടെ വീട്ടുകാരോടും ഒന്ന് സംസാരിക്കണം. കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് എന്ത് കിട്ടാനാ? ഇതിപ്പം അവരെത്ര ലക്ഷം ചോദിച്ചാലും അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് മോൾ അവരോട് പറയണം. അവർ ഈ ജന്മം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടാലും അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കാശാ നമ്മൾ അവർക്ക് മുമ്പിൽ ഓഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പം ഈ ഓഫർ അവർ നിരസിച്ച് കളയാൻ സാധ്യതയില്ല. അതുകൊണ്ട് മോൾ അവരോടൊന്ന് സംസാരിക്കണം. ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ. അതാകെ പ്രശ്നമാകും. പിന്നെ പോലീസുകാർ വരും. പിന്നെ ചൂട് പിടിച്ച വാർത്തകളാകും ഇതൊക്കെ. അതിജീവിതയെ കാശ് കൊടുത്ത് മൊഴി മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ തന്നെ അവർ പറയുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. ഞാൻ അവിടെ പോയതും അവളെ ശുശ്രൂഷിച്ചതും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതൊക്കെ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയിട്ടാ. ഞാൻ അതുപോലെ ദുരന്തം അനുഭവിച്ച പല പെൺകുട്ടികളും ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു അനുകമ്പയും സ്നേഹവും മാത്രമേ ഞാൻ ശരണ്യയോട് കാണിച്ചിട്ടുള്ളൂ. കാശ് കൊടുത്ത് അതിന് വിലപേശാൻ എനിക്ക് ആവില്ല. അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ ഒരിക്കലും ശരണ്യയോടോ ശരണ്യയുടെ വീട്ടുകാരോടോ സംസാരിക്കില്ല എന്നൊക്കെ തന്നെ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ് അലീന. അവർ പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അലീന ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. ബബിതയ്ക്കോ രഞ്ജീവനോ ആണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചെങ്കിൽ നിങ്ങളും ഏതറ്റം വരെ പോയി കുറ്റം ചെയ്തവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കില്ലേ? അതുപോലെ കണ്ടാൽ മതി. അവളും ഒരു പെൺകുട്ടിയാണ്. അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ ഉള്ളൊരു പെൺകുട്ടി. അവളെ ഹരിയുടെ കൂട്ടുകാരും എന്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്നും ഉപദ്രവിച്ചെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെന്നോടും ചെയ്ത ക്രൂരത എനിക്കറിയാം. ഒരിക്കലും ഈ ഒരു ആവശ്യം പറഞ്ഞ ശരണ്യയുടെ മുന്നിൽ ഞാൻ ചെല്ലില്ല എന്നൊക്കെ തന്നെ തറപ്പിച്ച് പറയുകയാണ്. അവസാനം അവർ അലീനെ സമ്മതിക്കുന്നില്ലെന്ന് കാണുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും മനവും പറഞ്ഞ അലീനെ സമ്മതിക്കുമെന്നായിരുന്നു ഇവരുടെ വിചാരം. പക്ഷേ അവർ പറഞ്ഞാലും അലീനയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമല്ലേ ചെയ്യുള്ളൂ. അലീന അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുകയല്ലാതെ അതൊന്നും തന്നെ മുഖവിലക്ക് എടുത്തു പോലുമില്ല. ഇതിനിടയിൽ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരണ്യ അലീനയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ
ബാലചന്ദ്രൻ മനുവിനോട് പറയുകയാണ്. സത്യങ്ങളെല്ലാം മനു ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും അലീനയോട് ചോദിക്കാനായിട്ട് വരിക കേട്ടോ. നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അവനെന്തിനു വെറുതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നേ? അവനെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മനു. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അവൻ നിരപരാധി ആയിരിക്കാം, അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവര് 4 പേരും ഒന്നിച്ചല്ലേ പ്ലാൻ ചെയ്തത്. ഈ പ്ലാനിങ്ങിലൊക്കെ അവനൊരു പങ്കില്ലേ മനുവേട്ടാ? ആ സമയത്തും അവൻ അവന്റെ പെങ്ങന്മാരെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല. ഹരി അങ്ങനെ അവനെ ബ്രെയിൻവാഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യണമായിരുന്നോ? അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമായിരുന്നു. അവൻ വിളിച്ചിടത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു. അവന് ഞാൻ ഇതിനു മുമ്പും താക്കീത് കൊടുത്തിരുന്നതല്ലേ. അവൻ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി ജീവിക്കാൻ ഞാനൊരു അവസരം കൊടുത്തതല്ലേ. എന്നിട്ടും അവൻ അതൊന്നും വകവയ്ക്കാതെയല്ലേ ഹരിയുടെ കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ള അവന് വേണ്ടിയിട്ട് ഞാൻ എന്തിനു ശരണ്യോട് പറയാൻ പോണം? എനിക്കതിനാവില്ല. ഞാനിപ്പോൾ രോഹത്തിനെതിരെയുള്ള മൊഴി മാറ്റി പറയണം, അല്ലെങ്കിൽ രോഹത്ത് നിരപരാധിയാണെന്ന് കോടതിയിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? ഞാൻ അതിനു വേണ്ടിയിട്ടാണോ അവിടെ ചെന്നതെന്ന് വരെ അവൾ വിചാരിക്കുകയല്ലേ. എനിക്കതിനാവില്ല എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ഹരിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. പക്ഷെ രോഹിത് അങ്ങനെയാണോ? രോഹിത് ഹരി ഒരിക്കൽ കെണിയിൽ വീണു പോയതല്ലേ. അവനതിൽ നമുക്ക് പഴിക്കാനാവില്ല ലീന. ഇപ്പൊ ശരണ്യമായിട്ടും അവളുടെ വീട്ടുകാരുമായിട്ടും അടുപ്പമുള്ളത് നിനക്കാണ്. അതുകൊണ്ടാണ് അവൾ ഈ സത്യങ്ങൾ നിന്നോട് പറഞ്ഞത്. രോഹിത് ശിക്ഷിക്കപ്പെടണമെന്ന് അവളും ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നീ ഇതിൽ ഇടപെട്ടാൽ റിമാൻഡിങ് കാലാവധി തീരുമ്പോഴേക്കും അവനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയും. നിനക്ക് നിന്റെ അനിയനോട് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണമെന്നൊക്കെ തന്നെ അലീനോട് പറയുകയാണേ. അലീന പറയുന്നുണ്ട്, മനുവേട്ട ഇക്കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? അത് പോട്ടെ, എന്നെക്കുറിച്ച് അവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കൊല്ലപ്പള്ളിക്കാരെന്തായിരിക്കും കരുതുക? മനുവേട്ടൻ്റെ അച്ഛനും അമ്മയും എന്തൊക്കെ പറയും? ഞാൻ ശരണ്യയുടെ അടുത്ത് മനഃപൂർവ്വം പറഞ്ഞായിട്ടല്ലേ പറയുള്ളൂ. രോഗത്തിനെ മാത്രം രക്ഷിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ഒഴിമാറ്റി പറയിപ്പിച്ചാണെന്നല്ലേ പറയുള്ളൂ. ഇതിനുള്ളിലെ സത്യങ്ങൾ ആരും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീന, എൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. എൻ്റെ അമ്മ ഒറ്റ ഒരാളാണ് ഹരിയെ ഇത്രയും വഷളാക്കിയത്. അവൻ ചെയ്യുന്ന തെമ്മാടിത്തരത്തിനെല്ലാം സപ്പോർട്ട് ചെയ്ത് അവനിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നാലും മെയിൻ കാരണം എൻ്റെ അമ്മ തന്നെയാണ്. അതുപോലെ തന്നെ വൈജാന്റി എന്ത് എവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്? അഹങ്കാരം വാശിയും കാരണമാണ് സ്വന്തം മക്കളുടെ ജീവിതം ഇങ്ങനായി പോകുന്നെന്നുള്ളത് ഇവർ ചിന്തിക്കാത്തതുകൊണ്ടല്ലേ സ്വന്തം മക്കളുടെ ജീവിതം ഇപ്പോൾ ജയിലിനകത്തായി പോയത്. അവർക്കെപ്പോഴും അവരുടെ അഹങ്കാരവും വാശിയൊക്കെ ആയിരുന്നു ജയിക്കേണ്ടത്. അവരുടെ അഹങ്കാരവും വാശിയൊക്കെ ജയിക്കണമെന്ന് ഓർത്ത് അവർ സ്വാർത്ഥത കാണിച്ചുകൊണ്ടല്ലേ ഇവരുടെ ജീവിതം ഇങ്ങനായി പോയത്. അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളൂ അലീന, നീ കാരണം ഒരു നിരപരാധി രക്ഷപ്പെടും, അത് നീ ഓർത്തോണം. ഈ സാഹചര്യത്തിൽ നീ ഉപേക്ഷ വിചാരിച്ചാൽ പിന്നെ ഒരിക്കലും അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് മുമ്പിൽ ആകെ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ആക്കുകയാണെങ്കിൽ അത് നല്ലതിനായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് മനു അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ മനുവും ബാലചന്ദ്രനും കൃഷ്ണമോളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അലീനയ്ക്ക് തന്നെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണ് കേട്ടോ, ശരണ്യെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന്. അങ്ങനെ ഒരു ദിവസം ശരണ്യെ കാണാനായിട്ട് വീണ്ടും നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഏകദേശം റിമാൻഡിങ് കാലാവധിയൊക്കെ തീരാറായിട്ടുണ്ട്. ശരണ്യ അവിടെ ചെന്നിട്ട് അലീനയെ കൂട്ടി അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് തൊഴുതിറങ്ങിയതിനു ശേഷം അലീന ശരണ്യെ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കപ്പെടണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല. പോലീസുകാരും രാഷ്ട്രീയക്കാരും സമുദായക്കാരും വനിതാ കമ്മീഷൻകാരും എല്ലാവരും വന്ന് മോളെ എന്തായാലും മൊഴിമാറ്റി പറയാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. കോടതിയിൽ മോളെ ഹാജരാക്കുന്ന സമയത്ത് മോൾ അവിടെ വെച്ച് രോഹിത് നിരപരാധിയാണെന്ന് പറയണം. എങ്കിൽ മാത്രമേ അവനെ നമുക്ക് രക്ഷിക്കാനാവുള്ളൂ. അല്ലെങ്കിൽ മോളുടെ അച്ഛനും അമ്മയും പോലീസുകാരും അതുപോലെ ആ സമുദായക്കാരും സ്വന്തക്കാരും ആരും മോളെ കൊണ്ട് സത്യം പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മോൾക്ക് മുമ്പിലുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. മോള് കോടതിയിലെ സത്യം തുറന്നു പറഞ്ഞാൽ രോഹിത് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയും. രോഹിത്തിനെ അവർ വെറുതെ വിടും. അവൻ മോളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നുള്ളത് മോൾക്ക് അറിയാമല്ലോ. വെറുതെ നമ്മൾ കാരണം എന്തിനാണ് മോളെ ഹരിയാണ് രോഹത്തിനെ ചയച്ചെന്നുള്ളത് മോൾക്ക് അറിയാമല്ലോ. മോൾ അന്ന് അവിടെ നടന്ന സംഭവം ജഡ്ജിയുടെ മുമ്പിൽ തുറന്നു പറയണം. എങ്കിൽ മാത്രമേ രോഹത്തിനെ നമുക്ക് രക്ഷപ്പെടുത്താനാവുള്ളൂ എന്നൊക്കെ തന്നെ ശരണ്യോട് പറയുക കേട്ടോ. പിന്നെ ഈ കാര്യം ഞാൻ മോളോട് ആവശ്യപ്പെട്ടെന്ന് മോൾ ആരോടും പറയരുത്. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും രോഹത്തിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് മോളെ മനഃപൂർവ്വം ഞാൻ മൊഴിമാറ്റി പറയിപ്പിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നടക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാവും മോളെ. അതുകൊണ്ട് മോൾ ഇക്കാര്യം ആരോടും പറയരുതെന്നൊക്കെ തന്നെ അലീന ശരണ്യയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വീണ്ടും ശരണ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അതുപോലെ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ആയിട്ട് പോലീസുകാർ ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട്, 4 പേരും പ്രതികളാണെന്ന് തന്നെ പറയണം, 4 പേരും ശിക്ഷ അനുഭവിക്കണം.
കുറഞ്ഞത് ഒരു 10-15 വർഷമെങ്കിലും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം, നഷ്ടപരിഹാരമായിട്ടും നല്ലൊരു തുക ആവശ്യപ്പെടണം എന്നൊക്കെ തന്നെ പറയുകയാണ് ശരണ്യയുടെ അടുത്ത്. അപ്പം ശരണ്യ മനസ്സോടെ തന്നെ പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിച്ചത് അവർ 3 പേരല്ലേ, രോഹത്തിനെ എന്തിനാ വെറുതെ ഇതിലേക്ക് വലിച്ചഴക്കുന്നേ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ എന്നെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല, വെറുതെ ഞാൻ കാരണം അയാളുടെ ജീവിതം കൂടെ എന്തിനാ വെറുതെ കളയുന്നതെന്നൊക്കെ തന്നെ ചോദിക്കുക. അപ്പോൾ പോലീസുകാരും സമുദായക്കാരും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം? അന്ന് ഞങ്ങൾ പറഞ്ഞതിനൊക്കെ മോള് സമ്മതിച്ചതല്ലേ, 4 പേരും കുറ്റക്കാരാന്ന് പറയാന്നല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പം എന്താ ഇങ്ങനൊരു മനമാറ്റം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അലീന അവള് പറഞ്ഞിട്ടാണോ മോളിപ്പോൾ ഇങ്ങനെ മൊഴിമാറ്റി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശരണി പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അലീന ചേച്ചി പറഞ്ഞിട്ടില്ല. അലീന ചേച്ചിയോടും അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലീന ചേച്ചിക്ക് അറിയാം എന്നെ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത്. രോഹിത് നിരപരാധിയാണെന്നുള്ളത് അലീന ചേച്ചിക്ക് അറിയാം. അലീന ചേച്ചിയോട് ഞാനാ പറഞ്ഞെന്നൊക്കെ തന്നെ ശരണി പറയുകയാണ്. അങ്ങനെ ശരണി അവസാന നിമിഷം രോഹിത് നിരപരാധിയാണെന്ന് കോടതിയിൽ പറയുന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് സമുദായക്കാരും രാഷ്ട്രീയക്കാരും ശരണ്യയുടെ അച്ഛനും അമ്മയും എല്ലാവരും ശരണ്യയെ കുറ്റപ്പെടുത്തുകയാണ്. അവർക്ക് 4 പേർക്കും പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നാണ് പോലീസുകാർ ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും അതുപോലെ ആങ്ങളമാരോടും ഒക്കെ പറയുന്നത്. എന്നാൽ ശരണ്യ നിർബന്ധത്തിന് വഴങ്ങി ആ സമയത്ത് സമ്മതിക്കുന്നുണ്ടെങ്കിലും ശരണ്യയുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് അലീന ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്ന്. അതായത് രോഹിത് നിരപരാധിയാണെന്നും അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ഹരി അയാൾ മനഃപൂർവ്വം ചതിയിൽ പെടുത്തിയതാണെന്നും ഒക്കെ കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുമെന്ന് തന്നെ ശരണ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതേ സമയത്ത് നെടുമ്പുറയ്ക്കൽ വീട്ടിലെത്തി അലീനയെ പോലീസ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. നീ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് ചെന്ന് അവളുമായിട്ട് ബന്ധം കൂടി ഈ വീട്ടിലെ പയ്യനെ രക്ഷിച്ചെടുക്കാനല്ലേ നീ നോക്കിയത്? നീയും ഇവിടുത്തെ ബാലചന്ദ്രമേനനും കൂടി ഒത്തു കളിച്ചതല്ലേ? മനഃപൂർവ്വം അല്ലേ നീ അങ്ങോട്ടേക്ക് ചെന്നത്? അവളുടെ മനസ്സ് മാറ്റിയെടുത്തു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുത്തിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, എല്ലാത്തിനെയും പൂട്ടിയിരിക്കും, കുറഞ്ഞതൊരു 15 വർഷമെങ്കിലും എല്ലാവർക്കും ശിക്ഷ മേടിച്ച് കൊടുത്തിരിക്കും, നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ടും കെട്ടിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ അവിടുന്ന് വെല്ലുവിളിച്ച് പോകുന്നത്. നീ അതിനുവേണ്ടി മാത്രമാണ് അവിടെ കയറി ഇറങ്ങി എന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പോലീസുകാരും സമുദായക്കാരും രാഷ്ട്രീയക്കാരും ആ പെൺകുട്ടിയുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞത് കോടതി വിലക്കെടുക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ അടച്ചാക്ഷേപിച്ചാണ് ആ പോലീസുകാരെ സംസാരിക്കുന്നത്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാനതിന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അതിനുവേണ്ടി അല്ല അവിടെ പോയത്, അവൾക്ക് വേണ്ട ധൈര്യം കൊടുക്കാനാണ് ഞാൻ പോയത്, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണമെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആശ്വാസം പകരാനും വീണ്ടും പഠിച്ച് നല്ല വിവരങ്ങളിലേക്ക് എത്തണമെന്നും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രം ഞാൻ പോയത് എന്നൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ വകവയ്ക്കാതെ ചുമ്മാ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കിക്കോ, എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ എങ്ങനെ പുറത്തിറക്കണം എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനും നല്ലൊരു വക്കലിനെ തന്നെ അവിടെ റെഡിയാക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കുമെന്ന് തന്നെ ബാലചന്ദ്രൻ അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഇതിനോടകം തന്നെ രോഹിത് നിരപരാധിയാണെന്നൊക്കെ കൊല്ലപ്പള്ളിയിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. കമലയൊക്കെ അങ്ങ് ആകെ വിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അലീനെ ശരണ്യെ കാണാനായിട്ട് പോയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കമല പറയുന്നതാണ്, രോഹിത് നിരപരാധിയാണെന്ന് അവൾ തെളിയിച്ചെടുക്കും, അവനെ അവള് നിസ്സാരമായിട്ട് അതിൽ നിന്ന് ഊരിയെടുക്കും എന്നൊക്കെ. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ നടന്നു കണ്ടില്ലേ. അവൾ മനഃപൂർവ്വം ആ പെങ്കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് രോഹിത് നിരപരാധിയാണെന്ന് വരുത്തി തീർത്താണെന്ന് തന്നെ പറയുകയാണ് കമല. പക്ഷേ അലീനയ്ക്ക് അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. കാരണം അലീന ശരണ്യയുടെ മനസ്സ് മാറ്റിയെടുത്താണെന്നൊക്കെ പറഞ്ഞ് തന്നെ നാട്ടുകാരും സമുദായക്കാരും രാഷ്ട്രീയക്കാരും അവളുടെ ബന്ധുക്കാരും എല്ലാം തന്നെ അലീനയെ കുറ്റപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശരണ്യെ അവർ മാറി മാറി ഉപദേശിക്കുന്നുണ്ട്. ഒരിക്കലും മോള് കോടതിയിൽ അങ്ങനെ പറയരുത്, കോടതിയിൽ അങ്ങനെ പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും, അവനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞ് തന്നെ ശരണ്യെ അവരിങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരണ്യ കോടതിയിൽ മൊഴിമാറ്റി പറയുന്ന രോഹിത് നിരപരാധിയാണെന്ന് പറയുന്ന ഒന്നും തന്നെ അലീനയ്ക്ക് വിശ്വാസമില്ല. കാരണം എല്ലാവരും അവളുടെ ചുറ്റിനും നിന്ന് അവളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, അവൾക്ക് പേടിയാ, എല്ലാവരെയും എതിർത്തുകൊണ്ട് അവൾ കോടതിയിൽ അങ്ങനെ പറയില്ലെന്നൊക്കെ തന്നെ ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശരണ്യ എന്തായാലും അത് പറയുമെന്നൊക്കെ തന്നെ. അങ്ങനെ റിമാൻഡിങ് പീരീഡ് കഴിഞ്ഞ് എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കിയാണ് കേട്ടോ. ബാലചന്ദ്രൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള വക്കീലും അതുപോലെ തന്നെ ഹരിയുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള വക്കീലും എല്ലാവരും തന്നെ അവിടെ ഉണ്ട്. ശരണ്യയുടെ ഭാഗം വാദിക്കുന്ന വക്കീലും ഉണ്ട്. പോലീസുകാർ ശരണ്യയും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. വനിതാ കമ്മീഷന്റെയും സമുദായക്കാരുടെയും അതുപോലെ സ്വന്തക്കാരുടെയും ഒക്കെ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ട് കേട്ടോ കോടതി മുമ്പിൽ. ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കോടതി വളപ്പ്. അതിജീവിതയായ പെൺകുട്ടിയെ മൊഴിയെടുപ്പിനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും ശരണ്യ ആദ്യം തന്നെ നോക്കുന്നത് അലീന അവിടെ ഉണ്ടോന്നാണ്. ആ സമയത്ത് ബാലചന്ദ്രന്റെ അടുത്ത് അലീന ഇരിക്കുന്നത് ശരണ്യ കാണുന്നുണ്ട് കേട്ടോ. ശരണ്യയ്ക്ക് അത് തന്നെ ഒരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് വക്കീലുമാർ മാറി മാറി ശരണ്യയും അതുപോലെ ആ പ്രതികളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അടുത്ത് രോഹത്തിന് വേണ്ടി ബാലചന്ദ്രൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള വക്കീൽ ചോദിക്കുമ്പോഴേക്കും അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ലാന്നും രോഹിത് ഈ ചതിയിൽ വന്ന് പെട്ടുപോയതാണെന്നും ഹരിയാണ് രോഹത്തിനെ ചതിച്ചെന്ന് നോക്കിയുള്ളത് നമ്മുടെ ശരണ്യ കോടതിയിൽ മൊഴി കൊടുക്കുകയാണ്.
ജഡ്ജി വീണ്ടും ശരണ്യോട് ചോദിക്കുന്നുണ്ട്, കുട്ടി പറയുന്നത് ശരിയാണോ? ആരുടെയെങ്കിലും സമ്മർദ്ദപ്രകാരമാണോ കുട്ടി ഇങ്ങനെ പറയുന്നത്? എന്താണെങ്കിലും കുട്ടി ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു, ഇവിടെ കുട്ടി ആരും ഒന്നും ചെയ്യില്ല, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പോലും ശരണ്യ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. അയാൾ എന്നെ അന്ന് തൊടുക പോലും ചെയ്തില്ല. ഹരിയും ഹരിയുടെ കൂട്ടുകാരും കൂടെ അയാളെ ചതിച്ച് അവിടെ വരുത്തിച്ചതാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പകരം അയാളെ ബാത്റൂമിൽ ഇവരെ പൂട്ടിയിടുകയായിരുന്നു. അയാൾ നിരപരാധിയാണെന്നും അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും നമ്മുടെ ശരണ്യ പറയുകയാണ്. പിന്നെ എന്തിനാണ് കുട്ടി അന്ന് 4 പേരുടെയും പേര് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ശരണ്യയുടെ അടുത്ത് ജഡ്ജി. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും 4 പേരുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്നെ 3 പേരാണ് ഉപദ്രവിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോലീസുകാരും സമുദായക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരോടും ചേർന്നാണ് ഇവരുടെ 4 പേരുടെയും പേര് പറയണമെന്നും അതിലൊരാളെ പോലും ഒഴിവാക്കേണ്ടത് ആവശ്യമില്ല, കേസിന് ബലം കൂടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രോഹിത്തിന്റെ പേരും കൂടെ എഴുതി ചേർത്താണെന്നും പറയുന്നുണ്ട് ശരണ്യ. അങ്ങനെ ശരണ്യ പോലീസിനായിട്ടും ആ സമുദായക്കാർക്കിട്ടും അതുപോലെ രാഷ്ട്രീയക്കാർക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. എന്നെ എല്ലാവരും കൂടെ സമ്മർദ്ദം ചെലുത്തിയോണ്ടാണ് ഞാനന്ന് പോലീസുകാരോട് അങ്ങനെ പറഞ്ഞത്. ശരിക്കും രോഹിത് നിരപരാധിയാണെന്നും അയാളെ വിട്ടയക്കണമെന്നൊക്കെ തന്നെ ശരണ്യ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, ഭയങ്കര സമാധാനമാവുന്നുണ്ട്. ബാലചന്ദ്രനും കരഞ്ഞു പോവുകയാണ് കേട്ടോ. രോഹിത് ആണെങ്കിൽ ശരണ്യയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും അവൾ ഏറ്റു പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ശരണ്യയുടെ മുമ്പിൽ കൈ ഊപ്പി നിൽക്കുകയാണ് രോഹിത്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ രോഹിത് നിരപരാധിയാണെന്ന് കോടതി വിധി വരികയാണ്. എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഹരിക്കും കൂട്ടുകാർക്കും 10 വർഷം കഠിന തടവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിക്കുന്നുണ്ട്. രാജീവനും ശിവനും കമലയും മനുവും ഒക്കെ നെട്ടോട്ട് ഓടിയെങ്കിലും ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ കോടതിയിൽ നിന്ന് രോഹിത്തിനെയും കൂട്ടി ഇറങ്ങി വരുമ്പോഴേക്കും രോഹിത്ത് ബാലചന്ദ്രന്റെയും അതുപോലെ അലീനയുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു, എന്നെ അവൻ ചതിച്ചതാണ്, ഇനി നിങ്ങൾ പറഞ്ഞത് ഞാൻ നേരത്തെ അനുസരിച്ചാൽ മതിയായിരുന്നു, ഹരിയുടെ ചതിക്കുഴിയിൽ ഞാൻ വീണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനോടും അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അച്ഛൻ പറഞ്ഞ് ഞാൻ അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ അടുത്തൊക്കെ ക്ഷമ ചോദിച്ച് കരയുകയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്തിനെ സമാധാനിപ്പിച്ച് തന്നെ വീട്ടിലേക്ക് ഓടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഹരിയുടെ ചതിക്കുഴിയിൽ നിന്നും രോഹിത്തിനെ അലീന രക്ഷിക്കുകയാണ്. അതേസമയത്ത് കൊല്ലപ്പള്ളിക്കാർക്ക് അലീനയോട് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം അലീന വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താമായിരുന്നു. എന്നിട്ടും അലീന രോഹിത്തിനെ മാത്രം രക്ഷിച്ചു എന്നതായിരുന്നു കമലയുടെയും ശിവന്റെയും രാജുവിന്റെയും ഒക്കെ മനസ്സിൽ. അവർക്ക് അലീനയോട് ഒരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ വൈജയന്തി അലീനയുടെ ഇടപെടൽ ഒന്നും തന്നെ കണക്ക് കൂട്ടുന്നില്ല. അവൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് അവനെ കോടതി വെറുതെ വിട്ടെന്നുള്ളൊരു അഹങ്കാരത്തിലാണ് വൈജയന്തി ഇപ്പോഴും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.